വേദിയിലും സദസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായി നമസ്തേ. ആദ്യമായി എനിക്ക് തോന്നുന്നുണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി ഹിന്ദിയിലെ കവിത പാടിയപ്പോൾ എനിക്കും ഒരു ചെറിയൊരു മോഹം. आम खाए अनार खाए खाए गुलगस्ते, आम खाए अनार खाए खाए गुलगस्ते, ये बातों सुनते सुनते आप सबको मेरा नमस्ते. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഭാഗ്യവാൻ കോടീശ്വരൻ എന്നൊരു പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അശ്വമേധം പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. GS പ്രദീപിൻ്റെ കണ്ടിട്ടുള്ളവർ ഒന്ന് കൈവയ്ക്കും അശ്വമേധം. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് 2 പേരെ ഓഡിയൻസിൽ നിന്ന് ക്ഷണിക്കുന്നുണ്ട്. 2 പേർക്ക് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. 1 മുതൽ 20 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. 20 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലുദ്ദേശിച്ചിരിക്കുന്ന ആളെ ആരാണെന്ന് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ 20 ചോദ്യത്തിനും നമ്പർ ഇട്ടിട്ടുണ്ട്. 20, 1, 2, 3, 4 20 വരെ ഇട്ടിട്ടുണ്ട്. അത് ടിക്ക് ചെയ്യാൻ ഒരു ഹെൽപ്പറെ മാത്രമാണ് ആദ്യം. അവർക്ക് പ്രൈസ് ഉണ്ട്. ലേഡീസിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും സ്വമേധയാ കയറി വരാം. സ്വാഗതം ചെയ്യുന്നു. ധൈര്യമായിട്ട് കയറി പോരും. പ്രൈസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ജെൻസിനെ വിളിക്കും. ഇതിങ്ങനെ ഒരു ചെറിയ രീതിയിൽ കയറുക എങ്കിലേ ഇതിൽ ഇതാവുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ഈ മോൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഇനി മോളെക്കുറിച്ച് പറയും. മോളുടെ പേരും എവിടെയാണ് താമസിക്കുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് മോള് പറയും. എൻ്റെ പേര് ലക്ഷ്മി സിജുവാൻ. ഞാനിപ്പോൾ കുറുമ്പാലമറ്റത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ 10ലാണ് പഠിക്കുന്നത്. അടുത്തതായിട്ട് മോള് ചെയ്യേണ്ടത് ഇവിടെ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഇത് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അത് ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തിട്ട് ഇത്ര ക്വസ്റ്റ്യനായി, ചോദ്യം നമ്പർ ഇത്രയായി എന്നുള്ളത് അറിയിച്ചാൽ മതി. നമ്മൾക്ക് ധൈര്യമായി സീറ്റിലേക്ക് ഇരിക്കാം. എല്ലാവരും ഒന്ന് ജോറായിട്ടൊന്ന് കൈയടിച്ചേ. ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരാളുടെ പേര് 20 ചോദ്യങ്ങൾക്കകത്ത് പറയുന്നതാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആരെങ്കിലും ഒരാൾ ധൈര്യസമേതം കടന്നു വരിക. അപ്പോഴേ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു കൈയടി കൊടുത്തേ. അപ്പോൾ സാറ് ചെയ്യേണ്ടത്, ഇനി ആളെ മാറ്റി പറയാൻ പാടില്ല. അതുകൊണ്ട് ഈ പേപ്പറിൽ ഒരെണ്ണത്തിൽ സാറ് ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് എഴുതുക. എന്നിട്ട് ആ മോളെ കാണിച്ചു കൊടുക്കുക. പേന കൊടുക്കും. മോളെ സാറിൻ്റെയിലുണ്ട് പേന. മോളെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ സാറിന് എന്തെങ്കിലും ചോദ്യത്തിൽ സംശയം തോന്നുന്നുവെങ്കിൽ അത് മോള് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താം. എഴുതി കാണിച്ചോ? 20 ചോദ്യങ്ങളാണ്. തുടങ്ങാം നമുക്ക് പ്രോഗ്രാമിലേക്ക്. സാറ് ആദ്യമായിട്ട് ഈ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിൽ തന്നെ സാറിനെ എല്ലാവർക്കും അറിയാം. സാറ് 1-2 വാക്കുകളുകൊണ്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിക്കോളും നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരിൽ. ഞാൻ ഇനി പരിചയപ്പെടുത്തിയത് അധികം പ്രശ്നമായി പോകും. സോമശേഖരൻ പൊതുസൈനിക പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. കാഞ്ഞിരേട്ടനാണ് വീട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ സോമശേഖരൻ സാർ ആയിട്ടുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. യെസ് ഓർ നോ ആൻസർ പറയുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഇന്ത്യൻ. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സൗത്ത് ഇന്ത്യൻ. 5ാമത്തെ ചോദ്യം മലയാളി. 5 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ആൾ മലയാളിയാണെന്ന്.
ഇനി ഏത് കോമാളിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള 15 ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നു. അടുത്ത ചോദ്യം, അദ്ദേഹം രാഷ്ട്രീയത്തിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരൻ അല്ല. രാഷ്ട്രീയത്തിലൂടെ ഫേമസ് ആയിട്ടുള്ള ആളല്ല, രാഷ്ട്രീയക്കാരനായിരിക്കാം എന്ന് മാത്രം അല്ലേ. എത്രയാ ചോദ്യം? 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കല, സാഹിത്യം, സ്പോർട്സ്, ഈ 3 ഇതിലൂടെയാണ് അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത്. കല, സാഹിത്യം, സ്പോർട്സ് ഇവയിലൂടെ ഫേമസ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലയിൽപ്പെട്ട വ്യക്തിയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. നമ്മുടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ഈ ഏരിയയിലുള്ള ഒരു വ്യക്തിയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. അല്ല, എഴുത്തുകാരൻ എന്ന നിലയിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. എഴുത്തുകാരൻ അല്ല. അപ്പോൾ കലാ സാഹിത്യത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ്. ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ഫിലിം ഫീൽഡ് അതായത് സിനിമാ രംഗവുമായി, സിനിമാ സീരിയൽ ബന്ധം ഉള്ള ഒരു വ്യക്തിയാണ്. പുരുഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ചോദ്യത്തിൽ. ചോദ്യം 3ാമത്തെ അല്ലല്ല, ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എത്രാമത്തെ കൂടെ? 12ാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ഫിലിം ഫീൽഡുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇതിനു മുമ്പ് ഔദ്യോഗിക പദവി രാഷ്ട്രീയമായി വഹിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഞാൻ ചോദിക്കുന്നത്, മന്ത്രി, MLA, MP ഈ ഒരു പദവി ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണോ? അതെ, രാഷ്ട്രീയമല്ലോ. അതെ. സിനിമ രംഗത്തൂടെ വന്ന് ഫേമസ് ആയിട്ടുള്ള മലയാള സിനിമയുടെ നായക സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയാണ് മനസ്സിൽ കാണുന്നത്. പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉണ്ട്. പറയണോ? 16ാമത്തെ ചോദ്യം. 20 ചോദ്യം നയിക്കുന്നതിന് മുമ്പായി 16ാമത്തെ ചോദ്യത്തിലേക്ക് ബൈ ചാൻസ് ഞാൻ തോറ്റു മടങ്ങിയാൽ 4 ചോദ്യങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ധൈര്യസമേതം മുന്നേറുന്നു. നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി അവർകളെയാണ് ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഗെയിമില് നമ്മുടെ പ്രിയപ്പെട്ട സാറ് പരാജയപ്പെട്ടുവെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ സെക്രട്ടറിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. Thank you, sir. Okay. Thank you.